സൈനിക മേധാവി അസീം മുനീർ യുദ്ധത്തിനായി കോപ്പുകൂട്ടുന്നുവെന്ന് ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാൻ. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാൻ രാജ്യത്തെ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത്. മുനീർ പാകിസ്ഥാനെ അപകടകരമായ സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുകയാണെന്നും അദ്ദേഹത്തിന്റെ തീവ്ര നിലപാടുകൾ ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് കാരണമായേക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അലീമ ഖാൻ സൈനിക മേധാവിക്കെതിരെ ആഞ്ഞടിച്ചത്. അസീം മുനീറിനെ തീവ്ര ഇസ്ലാമികവാദിയെന്നും മതമൗലികവാദിയെന്നും വിളിച്ച അവർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ വെമ്പൻ കൊള്ളുന്ന ആളാണ് മുനീർ എന്ന് വിശേഷിപ്പിച്ചു. ഈ വർഷം ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളായതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മുനീർ ഒരു യാഥാസ്ഥിതികനാണ്, മതമൗലികവാദിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ ഇന്ത്യയുമായി മാത്രമല്ല ഇന്ത്യയുടെ സഖ്യകക്ഷികളുമായും ഏറ്റുമുട്ടലിലേക്ക് പാകിസ്ഥാനെ വലിച്ചിഴയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇമ്രാൻഖാന്റെ നിലപാടുമായി മുനീറിന്റെ നിലപാടിനെ അവർ താരതമ്യം ചെയ്തു. ഇമ്രാൻഖാൻ ഒരു തികഞ്ഞ ലിബറൽ ആണെന്നും അദ്ദേഹം അധികാരത്തിലിരിക്കുമ്പോൾ എപ്പോഴും ഇന്ത്യയുമായി BJP-യുമായി പോലും സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ മുനീറിനെ പോലുള്ള തീവ്രവാദികൾ അധികാരം കൈയാളുമ്പോൾ യുദ്ധം ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറുമെന്നും അവർ പറഞ്ഞു. ഖാനും മുനീറും തമ്മിലുള്ള ശത്രുതയുടെ ആരംഭം 2019-ലാണ്. അന്ന് ISI മേധാവിയായിരുന്ന മുനീർ ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീബിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളെ കുറിച്ച് അന്വേഷണം ആരംഭിക്കാൻ വലിയ വ്യഗ്രത കാണിച്ചു. ഇതിനെ തുടർന്ന് ഖാൻ മാസങ്ങൾക്കുള്ളിൽ മുനീറിനെ സ്ഥാനത്ത് നിന്ന് നീക്കി. 3 വർഷത്തെ കാലാവധിക്ക് പകരം 8 മാസത്തിനുള്ളിൽ മുനീർ പുറത്തായി. ഈ സംഭവം ഇരുവർക്കുമിടയിൽ കടുത്ത ശത്രുതയ്ക്ക് കാരണമായി. 2022-ൽ സകല പ്രതിപക്ഷ പാർട്ടികളും കൂടി അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാനെ പുറത്താക്കി. തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTIക്ക് വിലക്കുകളും ഏർപ്പെടുത്തി. 2023-ൽ വിവിധ കേസുകളിൽ പ്രതിയാക്കി ഇമ്രാൻഖാനെ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിലേക്ക് അയച്ചു. ഇതിന്റെ എല്ലാം പിന്നിൽ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് അസീം മുനീർ ആണെന്ന് PTI അനുകൂലികളും അലീമ ഖാനും വിശ്വസിക്കുന്നു. തുടർന്ന് പാക് ജനതയിൽ നിരന്തരം ഇന്ത്യ വിരുദ്ധത കുത്തിവെക്കുന്ന മുനീർ തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായി പഹൽഗാം ഭീകരാക്രമണം ആസൂത്രണം ചെയ്തു. പിന്നീട് പാക് അധീന കാശ്മീരിലെ സംഘർഷങ്ങളെ തുടർന്ന് ഭരണഘടനാ അനുച്ഛേദം കൊണ്ടുവന്ന് പ്രത്യേക അധികാര പദവിയോടെ അസീം മുനീർ രാജ്യത്തിനുള്ളിലെ അനിഷേധ്യനായ അധികായനായ അധികാരിയായി മാറി. ഇപ്പോൾ ഇമ്രാൻഖാന്റെ മരണത്തിനെ പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതിന് കാരണം ആഴ്ചകളായി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ജയിലിൽ സന്ദർശനം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു. ഒടുവിൽ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കണ്ട സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കപ്പെടുകയാണെന്ന് വെളിപ്പെടുത്തി. ഈ ഒറ്റപ്പെടുത്തൽ മനഃപൂർവ്വമാണെന്ന് അലീമ ഖാൻ ആരോപിച്ചു. പാകിസ്ഥാനിലെ 90% ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ നിശബ്ദനാക്കി ജനങ്ങളെ അടിച്ചമർത്താനാണ് മുനീർ ശ്രമിക്കുന്നതെന്നാണ് അലീമ പറയുന്നത്. 1947 മുതൽ ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചു ഭരിച്ചിട്ടില്ലാത്ത പാകിസ്ഥാനിൽ ജനാധിപത്യം പുലരാനുള്ള ഏക അത്താണി ഇപ്പോൾ ഇമ്രാൻഖാൻ മാത്രമാണ്. ഇമ്രാൻഖാനെ തൊട്ടാൽ ജനങ്ങൾ ഇളകുമോ? അങ്ങനെ ഇളകിയാൽ അവരെ അടിച്ചൊതുക്കി വരുതിയിലാക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണമാണ് അസീം മുനീർ ഇപ്പോൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം വിജയം കണ്ടാൽ യാതൊരു എതിർപ്പുകളുമില്ലാതെ പാകിസ്ഥാന്റെ സർവാധികാരിയായി അസീം മുനീർ സ്ഥാനാരോഹണം ചെയ്താൽ മതമൗലികവാദിയായ അസീം മുനീറിന്റെ അടുത്ത നീക്കം ഇന്ത്യക്കെതിരെ ആയിരിക്കും എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്.